ഓം നമോ നാരായണായ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം നമസ്കാരം. വൈശാഖ പുണ്യത്തിന്റെ ഈ ധന്യവേളയിൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യം നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം കാത്തിരിക്കുന്ന ഒരു മഹാപുണ്യകാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. 2026 മെയ് 15 വെള്ളിയാഴ്ച. അന്ന് വിഷ്ണുലോകം ഭൂമിയിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വിഷ്ണുപതി പുണ്യകാലമാണ്. നമ്മുടെ കണ്ടമിടറി വിളിക്കുന്ന പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്ന, ഹരിപാദങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ പതിയുന്ന സുവർണ നിമിഷം. ഈ വരുന്ന മെയ് 15 വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൂര്യ ഭഗവാൻ തന്റെ യാത്രയിൽ സ്ഥിരരാശിയായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം. വർഷത്തിൽ 4 തവണ മാത്രം ലഭിക്കുന്ന ഈ അത്യപൂർവ മുഹൂർത്തം ഇത്തവണ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട വെള്ളിയാഴ്ച വന്നെത്തിയത് നമ്മുടെ ഭാഗ്യമാണ്. ആഗ്രഹിച്ചത് എന്തും ഭഗവാൻ കയ്യിൽ തരുന്ന, വിധി പോലും വഴിമാറുന്ന ഒരു പുണ്യ സമയമാണിത്. ഹൃദയം തൊട്ട് കേൾക്കുക. മെയ് 15 വെള്ളിയാഴ്ച ആ പുണ്യ പുലരി മുതൽ പകൽ 10:30 വരെയുള്ള ആ 9 മണിക്കൂർ സമയം, അത് വെറും ഒരു സമയമല്ല, അത് സാക്ഷാൽ വൈകുണ്ഠനാഥൻ തന്റെ ഭക്തർക്കായി കരുതി വെച്ച അനുഗ്രഹത്തിന്റെ പേമാരിയാണ്. നമ്മുടെ ഉള്ളിലെ നീറുന്ന സങ്കടങ്ങൾ, ആരും കാണാതെ നമ്മൾ ഒഴുക്കിയ കണ്ണീർ, ഇതൊക്കെയും തുടച്ചു മാറ്റാൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിലേക്ക് എഴുന്നള്ളുന്ന അപൂർവ നിമിഷമാണിത്. നമ്മുടെ വിധി മാറ്റി വരയ്ക്കാൻ ഭഗവാൻ സ്വയം മാറ്റിവെച്ച സമയം. ഈ പുണ്യവേളയിൽ നാം അർപ്പിക്കുന്ന ഓരോ തുളസി ദളവും, നാവിൽ ഉയരുന്ന ഓരോ നാരായണ മന്ത്രവും 1000 മടങ്ങ് ശക്തിയോടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചെന്നുചേരും. ജന്മാന്തരങ്ങളായുള്ള പാപഭാരങ്ങൾ ഇറക്കി വെക്കാനും, ജനന മരണങ്ങളാകുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് മോക്ഷം നേടി ആ ഹരിപാദങ്ങളിൽ അഭയം പ്രാപിക്കാനും ഈ വിഷ്ണുപതി കാലത്തെ പ്രാർത്ഥനയോളം മറ്റൊന്നുമില്ല. ഭക്തിയോടെ, വിശ്വാസത്തോടെ ആ കാരുണ്യക്കടലിൽ നമുക്ക് അലിഞ്ഞു ചേരാം. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും ഭഗവാന്റെ ചരണങ്ങളിൽ വീണാൽ അഭയം നൽകുന്ന ഒരു വലിയ ചരിത്രമുണ്ട് ഈ പുണ്യദിനത്തിന്. തന്റെ പ്രിയ ഭക്തനായ പ്രഹ്ലാദനെ കാക്കാൻ തൂണിൽ നിന്നും നരസിംഹമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ ആ രൗദ്രഭാവം. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും അടങ്ങാത്ത ആ ക്രോധം കണ്ട് ദേവലോകം പോലും പേടിച്ചു വിറച്ചു. ലക്ഷ്മി ദേവി പോലും ഭയന്നുപോയ നിമിഷം. ഒടുവിൽ ദേവി ഭഗവാന്റെ അരികിലെത്തി. ആ തിരുരൂപത്തിന്റെ നിഴൽ ഭഗവാന്റെ മേൽ പതിഞ്ഞ ആ നിമിഷം, ആളിപ്പടർന്ന അഗ്നി പന്നീർ തുള്ളിയായി മാറിയതുപോലെ ഭഗവാൻ ശാന്തനായി. ഭഗവാൻ തന്റെ ഇടതു തുടയിൽ ആ ജഗത് മാതാവിനെ ഇരുത്തി സകല ലോകങ്ങൾക്കും അനുഗ്രഹം നൽകാൻ സർവ ഐശ്വര്യമൂർത്തിയായി നിലകൊണ്ട ആ ധന്യ നിമിഷമാണ് വിഷ്ണുപതി കാലം. സ്നേഹനിധിയായ ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ എന്ന പോലെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഭഗവാൻ ഇരിക്കുന്ന സമയം. അത്രമേൽ കരുണാമയനായി ഇരിക്കുന്ന ഭഗവാനോട് ഇന്ന് നിങ്ങൾ ചോദിക്കൂ, ഭക്തിയോടെ അപേക്ഷിക്കൂ. ആ പൊന്നു ഗുരുവായൂരപ്പൻ നൽകുക തന്നെ ചെയ്യും. ഒരൊറ്റ തുള്ളി കണ്ണുനീർ പോലും ഭഗവാൻ കാണാതെ പോകില്ല. ആ മഹാപുണ്യദിനത്തിൽ ഭഗവാനെ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ആഡംബരങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ശുദ്ധമായ ഭക്തി മാത്രം മതി. മെയ് 15 വെള്ളിയാഴ്ച പ്രകൃതി പോലും ഭഗവത് നാമത്താൽ ഉണരുന്ന ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ഉണരുക. ശരീരശുദ്ധി വരുത്തി മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുക. അന്ന് ഭഗവാന് മുന്നിൽ ഒരു നെയ് ദീപം സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്. ആ ദീപനാളത്തിലേക്ക് നോക്കി നിങ്ങളുടെ സങ്കടങ്ങൾ ഓരോന്നായി ഭഗവാനോട് പറയുക. നമ്മൾ പറയുന്നത് കേൾക്കാൻ അദ്ദേഹം അവിടെയുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഇത് ചെയ്യുവാൻ. ഏറ്റവും പ്രധാനമായ കാര്യം തുളസി അർച്ചനയാണ്. മഹാലക്ഷ്മിയുടെ അംശമായ തുളസി ഇലകൾ 108 എണ്ണം കരുതി വെക്കുക. ഓരോ തുളസി ദളവും ആ പാതാര വിന്ദങ്ങളിൽ അർപ്പിക്കുമ്പോൾ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം തൊണ്ടയിടറി വിളിക്കുക. ഓരോ ഇല സമർപ്പിക്കുമ്പോഴും നിങ്ങളുടെ ഓരോരോ വിഷമങ്ങളും ഭഗവാന്റെ കാൽക്കൽ ഇറക്കി വെക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത് 1008 തവണ ചെയ്യുക. ഓരോ തവണ ജപിക്കുമ്പോഴും നിങ്ങളുടെ ആത്മാവ് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നാരായണ നാരായണ എന്ന ആ വിളി ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറ്റും. കണ്ണുനീരോടെ എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ അന്ന് ചെയ്യുന്ന ഈ അർച്ചനയ്ക്ക് ഭഗവാൻ നൽകുന്ന പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റമായിരിക്കും. അത്രമേൽ ഐശ്വര്യമാണ് ആ പുണ്യകാലത്തെ ഈ നാമജപം. പ്രിയപ്പെട്ടവരെ, മനസ്സിന് അല്പം കൂടി ശാന്തി ലഭിക്കാൻ സാധിക്കുമെങ്കിൽ അന്ന് അടുത്തുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആ തിരുനടയിൽ ഭഗവാനു പ്രിയപ്പെട്ട തുളസിമാല ചാർത്തി മധുരമായ പാൽപായസം വഴിപാടായി നൽകി പ്രാർത്ഥിക്കുക.
ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മുല്ലപ്പൂ സമർപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം നിറയ്ക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ ഉള്ളിൽ അകാരണമായ ചില ഭയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇരുട്ടിനെ പേടി, സർപ്പഭയം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആപത്തുകളെ കുറിച്ചുള്ള വേവലാതികൾ. ഇങ്ങനെ മനസ്സിനെ അലട്ടുന്ന സകല ഭയങ്ങളും മാറാൻ ഭഗവാന്റെ വാഹനമായ സാക്ഷാൽ ഗരുഡദേവനെ നാം സ്മരിക്കണം. സർപ്പദോഷങ്ങളും ശത്രുദോഷങ്ങളും അകറ്റി നമ്മെ കാത്തുരക്ഷിക്കാൻ ആ ചിറകുകൾക്ക് കീഴിൽ നമുക്ക് അഭയം തേടാം. ഗരുഡ ഭഗവാന്റെ ഈ വിശിഷ്ട മന്ത്രം അന്ന് ഭക്തിയോടെ ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സകല നെഗറ്റീവ് ഊർജത്തെയും ഭസ്മമാക്കും. ഓരോ നാമവും ഭക്തിയോടെ ചൊല്ലുക. ഓം ഗരുഡായ നമാം, ഓം വേദ ഗരുഡായ നമാം, ഓം വീര ഗരുഡായ നമാം, ഓം ശ്രീകൃഷ്ണ ഗരുഡായ നമാം, ഓം മന്ത്ര ഗരുഡായ നമാം, ഓം യന്ത്ര ഗരുഡായ നമാം, ഓം സിദ്ധ ഗരുഡായ നമാം, ഓം നാദ ഗരുഡായ നമാം, ഓം അഘോര ഗരുഡായ നമാം, ഓം ശക്തി ഗരുഡായ നമാം. ഈ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഭഗവാന്റെ ഒരു സംരക്ഷണ വലയം തീർക്കപ്പെടുന്നതായി സങ്കല്പിക്കുക. ഭയമില്ലാത്ത ശാന്തമായ ഒരു മനസ്സ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. മനസ്സ് നിറയെ ആ ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പുണ്യദിനത്തെ വരവേൽക്കാം. ഭഗവാൻ നൽകിയ ഈ ആയുസ്സും ആരോഗ്യവും ആ പാദങ്ങളിൽ സമർപ്പിക്കാൻ ഇതിലും നല്ലൊരു നിമിഷം ഇനി ഉണ്ടാവില്ല. ശാരീരികമായി സാധിക്കുന്നവർ അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുക. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദമായി ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കലെടുക്കുന്നതോ അത്യുത്തമമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭഗവാന് വേണ്ടത് നമ്മുടെ പട്ടിണിയല്ല, മറിച്ച് നമ്മുടെ പാവനമായ ഭക്തിയാണ്, സ്നേഹമാണ്. അതുകൊണ്ട് അന്നേ ദിവസം വിശക്കുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരമോ ദാഹിക്കുന്നവൻ ഒരു ഗ്ലാസ് ജലമോ നൽകാൻ ശ്രമിക്കുക. ആ പാവപ്പെട്ടവന്റെ മിഴി നിറയുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് സാക്ഷാൽ വൈകുണ്ഠനാഥന്റെ പടിക്കൽ ചെന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വൈശാഖ പുണ്യകാലത്ത് നാം ചെയ്യുന്ന ഓരോ നന്മയും ജന്മജന്മാന്തരങ്ങളായുള്ള പാപഭാരങ്ങൾ കഴുകിക്കളയും. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചെറിയ അപേക്ഷ കൂടിയുണ്ട്. അന്നേ ദിവസം നിങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന ഓരോ തുളസി ദളത്തിലും മനമുരുകി വിളിക്കുന്ന ഓരോ നാമജപത്തിലും ഈ എളിയവളെയും എൻ്റെ കുടുംബത്തെയും കൂടി ഒന്ന് സ്മരിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് എനിക്ക് മുന്നോട്ടുള്ള വഴിയിലെ ഏറ്റവും വലിയ വിളക്ക്. വരാനിരിക്കുന്ന ഈ വിഷ്ണുപതി പുണ്യകാലം നിങ്ങളുടെ ജീവിതത്തിലെ സകല കരിനിഴലുകളും അകറ്റി വലിയൊരു പ്രകാശമായി മാറട്ടെ. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും തുടയ്ക്കാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാക്ഷാൽ ലക്ഷ്മി നാരായണൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എഴുന്നള്ളട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എന്ന് ഭഗവത് ചിന്തയോടെ ഇരിക്കുക. നന്മകൾ മാത്രം ഭവിക്കട്ടെ. സ്നേഹത്തോടെ ഭക്തിയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.